പോളണ്ടിനെ പറ്റി ഒരക്ഷരം പറയരുത്. ഞങ്ങളിപ്പോൾ പോളണ്ടിലാണ്. അപ്പോൾ നമ്മൾ പോളണ്ടിലെ ഗ്ഡാൻസ്ക് എയർപോർട്ടിലാണ്. നമ്മൾ ഉച്ചയ്ക്ക് ശേഷം മാൽമോന്ന് പുറപ്പെട്ടതാണ്. മാൽമോന്ന് ഡയറക്റ്റ് ഗ്ഡാൻസ്കിലേക്ക് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു. അപ്പം ഇതാണ് ഗ്ഡാൻസ്ക് എയർപോർട്ട്. അപ്പോൾ ഈ പ്രാവശ്യത്തെ വീഡിയോ പോളണ്ടിലെ വിശേഷങ്ങളാണ്. ഗ്ഡാൻസ്കിൽ നമ്മൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്ത് തന്നെയാണ് എല്ലാ അട്രാക്ഷൻസും. ഈ സംഭവം എന്താണെന്ന് മനസ്സിലായില്ല. പക്ഷെ അവിടെ എന്തോ ഒരു യക്ഷിയുടെ രൂപം കെട്ടിയ ആൾക്കാർ എന്തൊക്കെയോ ഡ്രാമ പോലത്തെ സംഭവങ്ങൾ ചെയ്യുന്നുണ്ട്. ആൾക്കാരൊക്കെ അതിന് ചുറ്റും കൂടി കാണുന്നുണ്ട്. പിന്നെ ഈ മെയിൻ സ്ട്രീറ്റാണ് റെസ്റ്റോറൻറ്റ്സിനും ഷോപ്പിങ്ങിനുമൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള സ്ട്രീറ്റ്. അപ്പം നമ്മൾ ഇതിലൂടെ കുറച്ച് നടക്കാൻ ഇറങ്ങിയതാണ്. വൈകുന്നേരം ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ മെയിനായിട്ട് ഇവിടുന്ന് ആൾക്കാർക്ക് ഷോപ്പ് ചെയ്യാൻ പറ്റിയ ഒരു സാധനമായിട്ട് ആൾക്കാർ പറയുന്നത് ആംബർ സ്റ്റോൺസ് ആണ്. അപ്പം ആംബർ സ്റ്റോൺസ് കാണുകയാണെങ്കിൽ ഞാൻ വാങ്ങിയേക്കും അല്ലേ. ഗ്ഡാൻസ്കിൽ നമുക്ക് സൈറ്റ് സീയിങ് വെഹിക്കിൾസ് എടുക്കാം. ഇങ്ങനെ ഇത് റോൾസ് റോയ്സിൻ്റെയാ. സൈറ്റ് സീയിങ് വെഹിക്കിൾസ് ആണ് നിർത്തിയിട്ടിരിക്കുന്നത്. ഗ്ഡാൻസ്കിലെ ഗ്രീൻ ഗേറ്റ് എന്നറിയപ്പെടുന്ന ബിൽഡിംഗ് ആണിത്. സത്യത്തിൽ ഇതിൻ്റെ കളറ് പച്ചയൊന്നുമല്ല, പക്ഷെ ഇതിൻ്റെ പേര് ഗ്രീൻ ഗേറ്റ് ആണ്. ഇതാണ് മോട്ട്ലാവ റിവർ. ഗ്ഡാൻസ്കിലെ മോട്ട്ലാവ റിവറാണിത്. ഇതിൻ്റെ സൈഡിലൂടെയുള്ള നടപ്പാതയ്ക്ക് അടുത്താണ് ഈ ഗ്രീൻ ഗേറ്റ് സ്ഥിതി ചെയ്യുന്നത്. മോട്ട്ലാവ റിവറിൻ്റെ സൈഡിലൂടെ നല്ല ബ്യൂട്ടിഫുൾ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഇപ്പം നമ്മൾ കാണാൻ പോകുന്നത് ഗ്ഡാൻസ്കിലെ കാഴ്ചകളാണ്. വരും. ഇവിടെ ഭയങ്കര ഒഴുക്കാണല്ലോ ഇപ്പോൾ. ഇപ്പം സന്ധ്യ കഴിഞ്ഞു. ഇവിടെ സന്ധ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയം 6:30 വൈകുന്നേരം. ഫുട്ബോൾ കൊണ്ട് അഭ്യാസം കാണിക്കുകയാണ് ഒരാളിവിടെ ആൾക്കൂട്ടത്തിന് നടുക്ക്. മ്യൂസിക്കിനനുസരിച്ചിട്ട് ഗ്ഡാൻസ്കിലെ മെയിൻ സ്ട്രീറ്റിലുള്ള നെപ്റ്റ്യൂൺ ദേവന്റെ പ്രതിമയുടെ താഴെയുള്ള ഫൗണ്ടനാണ്. ഗ്ഡാൻസ്കിൽ ഏറ്റവും കൂടുതൽ പിക്ചേഴ്സ് എടുത്തിട്ടുള്ള ഫൗണ്ടനാണത്. അതിന് താഴെ നിന്ന് നമ്മൾ മ്യൂസിക് പെർഫോം ചെയ്യുന്ന ഒരു ടീമിനെ കാണാം. നിങ്ങളെ ഞാനൊരു കാഴ്ച കാണിച്ചു തരാം. തോളത്ത് വലിയൊരു പെൺപാവനെ കിട്ടുവരാൻ പറ്റും. കാഴ്ചക്ക് വേണ്ടിയിട്ടാണ്. ഒരു കുട്ടിയുടെ കഴുത്തിലിട്ട് കൊടുക്കുന്ന സീനാണ് നമ്മളിപ്പോൾ കാണുന്നത്. അത് വേറെ പെരുമ്പാമ്പാണ്. ഇവിടെ പല വേഷങ്ങൾ കെട്ടിയ ലേഡികളുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ പോളണ്ടിലെ പരമ്പരാഗത വേഷമാണെന്ന് തോന്നുന്നു. നമ്മൾ പോളിഷ് ഫുഡ് കഴിക്കാൻ പോവാണ്. ഞാൻ ഓർഡർ ചെയ്തത് മീറ്റ് നിറച്ച ഡംപ്ലിങ്സ് ആണ്. അതായത് നമ്മളുടെ നാട്ടിലെ അട പോലത്തെ സാധനം. വിജയേട്ടൻ ഓർഡർ ചെയ്തത് പോർക്കിൻ്റെ ഒരു വിഭവമാണ്. നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് വിജയേട്ടൻ പറയുന്നത്. അപ്പം ഞങ്ങൾ നല്ല യുദ്ധം തുടങ്ങാൻ പോവാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഇഷ്ടിക കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ചർച്ചാണിത്. ഇത് ഗ്ഡാൻസ്ക് സിറ്റിൻ്റെ നടുക്ക് തന്നെയാണ്. മധ്യത്തിലാണ് ഈ സെൻറ്റ് മേരീസ് ചർച്ച് നിൽക്കുന്നത്. അപ്പോൾ ദൂരെ നിന്ന് തന്നെ അതിൻ്റെ സ്തൂപം കാണാൻ പറ്റുന്നതായിരുന്നു. ഇതിൻ്റെ സൈഡിലാണ് നമ്മൾ പോകുന്നത്. നമ്മളതിൻ്റെ ഫ്രണ്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുക. സെൻറ്റ് മേരീസ് ചർച്ചിൻ്റെ കത്തീഡ്രലിൻ്റെ ഫ്രണ്ട് ആണിത്. നിങ്ങൾക്ക് കാണാൻ ഇഷ്ടം പോലെ ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണ്. ജയന്റ് ബിൽഡിംഗ് തന്നെയാണത്. അത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു ചർച്ച ഇവിടെ ഉണ്ടാക്കിയത് നമുക്ക് അത്ഭുതം തോന്നും. 16ാം സെഞ്ച്വറിയിലാണ് ഈ സെൻറ്റ് മേരീസ് ചർച്ച് പണി കഴിപ്പിച്ചത്. 17ാം സെഞ്ച്വറി വരെ ലോകത്തിലെ സെക്കൻഡ് ലാർജസ്റ്റ് കാത്തലിക് ചർച്ചായിരുന്നത്. വെർജിൻ മേരിയുടെ ചർച്ചാണ്. നിങ്ങൾ കാണുന്നത് പോലെ ഭയങ്കര ഉയരത്തിലാണ് അതിൻ്റെ ക്രോസൊക്കെ ഉള്ളത്. മൊത്തം ബ്രിക്സ് കൊണ്ടാണ്. ഒരു പ്രത്യേകതരം ഗ്ലാസ്സാണ് വിൻഡോസിനുള്ളത്. സെൻറ്റ് മേരീസ് ചർച്ചിൻ്റെ അകത്തേക്കാണ് കയറുന്നത്. ഇവിടെ സൈലൻറ്റ് ഏരിയ ആണ്. അതുകൊണ്ട് ഞാനിനി വോയിസ് ഓവർ ചെയ്യുന്നതാണ്.
Wejście do sali znajduje się na zewnątrz kościoła, od strony ulicy Świętego Ducha. Należy wyjść drzwiami koło zegara astronomicznego i skręcić w lewo. Zapraszam. ചർച്ചിൻ്റെ ഉള്ളിൽ കയറുകയാണ് നമ്മൾ. അകത്ത് അതായത് 82 മീറ്റർ ഹൈറ്റ് ഉണ്ട്. ഇതൊരു സ്തൂപം പോലെ മുകളിലോട്ട് കയറി പോവുകയാണ് നമ്മൾ. 402 സ്റ്റെപ്സ് ഉണ്ട്. എങ്ങനെയാണ് സ്റ്റെപ്സ് നമുക്ക് കാണാൻ പറ്റും. 52 മീറ്ററുള്ള സ്പൈറൽ സ്റ്റെപ്സ് കഴിഞ്ഞ് നമ്മൾ മുകൾ ഭാഗത്തെത്തി. ഇതിപ്പം സെൻറ് മേരീസ് ചർച്ചിൻ്റെ ഏറ്റവും മുകളിലെ ഭാഗത്തേക്ക് നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് മുകളിൽ നിന്ന് താഴെ നിന്ന് കാണുന്ന സ്തൂപങ്ങളൊക്കെ നമുക്ക് വളരെ ക്ലോസപ്പ് ആയിട്ടൊക്കെ കാണാൻ പറ്റും. എൻ്റെ ഭഗവാനെ, ഇതൊക്കെ 16th സെഞ്ച്വറിയിലൊക്കെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസമാണ്. ഇനിയും 200ഓളം സ്റ്റെപ്പുകളുണ്ട്. 300ആയി. ഈ 150 സ്റ്റെപ്പും കൂടി ഉണ്ട്. ഇപ്പം കുറച്ചും കൂടി വീതിയുള്ള സ്റ്റെപ്സാണ്. നമ്മൾ ആദ്യം കയറിയ പകുതിയോളം ദൂരം ഇടുങ്ങിയ ഒരു ടണൽ പോലെയായിരുന്നു. നിൽക്കുന്നത് സെൻറ് മേരീസ് ബസിലിക്കേൻ്റെ ഏറ്റവും ടോപ്പിലാണ്. ഇവിടെ നിന്ന് നമുക്ക് ഗ്ഡാൻസ്ക് സിറ്റി മൊത്തമായിട്ട് കാണാം. ഇതൊരു സ്പെക്ടാക്കുലർ ഒന്നും പറഞ്ഞാൽ പോരാ. എല്ലാവരും ഇവിടുന്ന് വീഡിയോ എടുക്കുന്നുണ്ട്. എൻ്റെ വീഡിയോയുടെ കണ്ടിലും ആൾക്കാരുടെ കൈയൊക്കെ വന്നു കഴിഞ്ഞാൽ ക്ഷമിക്കുക. ഇപ്പം നിങ്ങൾ കാണുന്നത് നേരത്തെ ഞാൻ താഴെ നിന്ന് കാണിച്ച സെൻറ് മേരീസ് ബസിലിക്കയുടെ റൂഫാണ്. നമുക്ക് maltowa റിവർ കാണാം, ആംബർ വീല് കാണാം. ആക്ച്വലി ഞങ്ങൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റും കാണാൻ പോകുന്നു. ചർച്ചിന് ചുറ്റും ആയിട്ടാണ് ഗdansk നഗരം. നടക്കുകയാണ്.